ആശയമാണ് ഞാൻ വെക്കുന്നത്. ഞാൻ പ്രസംഗമൊന്നും തീർന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി തീർത്തു. ചെറിയൊരു ഡാൻസ് ഉണ്ട് 2 കുട്ടികളുടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സ്പീക്കർ സ്വാമി പാർത്ഥസാരഥി പിള്ള നമുക്ക് ഓണം മെസ്സേജ് നൽകുന്നതായിരിക്കും. അതേ തുടർന്ന് ഫോം ഓഫ് ലീഡേഴ്സ് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അവരും 2 വാക്ക് ഫെലിസിറ്റേഷൻ പറയുന്നതായിരിക്കും. പക്ഷെ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഓണസദ്യ ഉടനെ തന്നെ പാർത്ഥസാരഥി പിള്ള സ്വാമിയുടെ മെസ്സേജ് കഴിഞ്ഞ ഉടനെ തുടങ്ങായിരിക്കും. ഇത്രയും ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ ഏവരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടൊക്കെ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറെ പരിചയപ്പെടുത്തുകയാണ്. അഡ്വൈസറി ബോർഡ് ചെയർമാൻ ബാബു തോമസ്, വൈസ് പ്രസിഡന്റ് ഉഷ ജോർജ്, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ബെഞ്ചമിൻ ജോർജ്, ജോയിന്റ് സെക്രട്ടറി ജസ്വിൻ സാമുൽ, ജോയിന്റ് ട്രഷറർ സണ്ണി ഉണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി ഇന്ന് അവരുടെ വീട്ടിൽ കല്യാണ ചടങ്ങുള്ളത് കാരണം എത്തിച്ചേരാൻ പറ്റിയില്ല. എന്നാൽ പുള്ളിക്കാരൻ്റെ പേര് ജോർജി കുര്യാക്കോസ് എന്നാണ്. അവനൊക്കെ നമ്മുടെ ഗ്ലോബൽ ചെയർമാൻ മലയാളം വോയിസിന്റെ പത്രാധിപർ മഠത്തിലുണ്ട്. ഏവരെ ഈ മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്നിട്ട് അവർക്കും സ്നേഹവന്ദനം. ഓണസദ്യ നല്ല അതുകൊണ്ടൊക്കെ എപ്പോഴും എനിക്കുള്ള സ്വഭാവം ഞാൻ ആരെങ്കിലും ഒരാളെ മറക്കും. ഷോർട്ട് നോട്ടീസിൽ ഇത്രയും ആൾക്കാരെ ക്രമീകരിച്ചത് കമ്മിയാണ്. സോശാമാൻഡിയാണ്. ഓണം കോർഡിനേറ്റർ. ഈ നല്ല ഈ കാണുന്ന പൂ ഡിസൈൻ ഇട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇട്ടതാണ് ആന്റി. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്രിയേറ്റീവ് ആവാൻ ചെയ്തത്. ഓക്കെ, ഓണം കോർഡിനേറ്റർ ആണ് ആന്റി സോശാമാൻഡി. Thank you, Mr. President. Now, what is next, right? We have a very important person here. All the way came from Manchester. Everybody knows him. Let me say a few words about him. Mr. or Guruji. He's the Guruji. Guruji, Mr. Parthasarathi Pillai. We have something in common. We both from Rani. Not far away, but we both from Rani. And his sister taught me Malayalam in my St. Thomas school. So we know each other for a long way back. Mr. Parthasarathi Pillai belongs to many associations. He is the NBA president, Mahima Ayyappa Seva Sangam, and he is in West Temple. He is the Guru in West Temple. He is a writer, actor, singer, music director. Gurusami of USA. You name it, he got everything. He is very well known to America as well as in Kerala. So let me welcome Guruji Parthasarathi Pillai. Now, he has to inaugurate our Onam. So let me ask him to say few words right now before we do anything.
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മലയാളി കുടുംബാംഗങ്ങളെ, അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ സംഘാടകരെ, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഇതര പ്രവർത്തകരെ, വിശിഷ്ട അതിഥി, ഓഫേഴ്സ്, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ പ്രണാമത്തോടൊപ്പം നിങ്ങളോടുള്ള ഞാനും എൻ്റെ ഭാര്യയുടെയും ആദരവും ഞാനിവിടെ അറിയിക്കുകയാണ്. ഓണം നമ്മുടെ പൈതൃക സ്വത്താണ്, മലയാളിയുടെ പൈതൃക സ്വത്താണ് ഓണം. നമുക്ക് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ ഒരു കാര്യത്തിൽ പറയാൻ നമ്മുടെ സ്വകാര്യ അഹങ്കാരം മറ്റൊരു വിഭാഗത്തിനും ഇതുപോലെ നമ്മുടേത് എന്ന് പറയുവാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ഉത്സവമില്ല. ജാതി മതഭേദമന്യേ നമ്മളെല്ലാവരും ഒരു കുടുംബത്തെ പോലെ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കാറുണ്ട്. ഈ ഓണം അതിനോടനുബന്ധിച്ച് ഓണത്തിൻ്റെതായ ഒരു കഥയുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാവേലിയുടെ കഥ. മാവേലി കേരളം ഭരിച്ചിരുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ഈ മാവേലിയുടെ കഥ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്? വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വ പിതാമഹന്മാര് ഉച്ചനീചത്വങ്ങളും ജാതീയമായ വലിയ അന്തരങ്ങളും സാമൂഹ്യ അനീതികളും നടന്നിരുന്ന ഒരു കാലത്ത് എങ്ങനെ നമ്മുടെ ആൾക്കാരെ എല്ലാം ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ അവർ കടം കൊണ്ട ഒരു കഥയാണ് മാവേലിയുടെ കഥ. മാവേലി എന്ന് പറയുന്ന ഇന്ദ്രസേനൻ എന്ന രാജാവ് യമുനാ നദിയുടെ തീരത്ത് വടക്കേ ഇന്ത്യയിൽ ഭരിച്ചിരുന്നു. രാമായണത്തിലും വിഷ്ണു പുരാണത്തിലും ശ്രീമദ് ഭാഗവതത്തിലും ഒക്കെ ബലിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ബലി എങ്ങനെ മഹാബലിയായി, അല്ലെങ്കിൽ ഇന്ദ്രസേനൻ എങ്ങനെ മഹാബലിയായി? ദാന ധർമ്മിഷ്ഠതയിൽ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ലോകത്തിൽ ആരുമില്ലായിരുന്നു. ആര് എന്തുവെന്ന് ചോദിച്ചാലും ആ രാജാവ് നൽകിയിരുന്നു. അങ്ങനെ അസുര ചക്രവർത്തിയായി വാണിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഈ ദാനധർമ്മിഷ്ഠ പരിപാടികളും ഭരണ തൽപരതയും ഭരണപരമായ ഉയർച്ചയും ഉത്കൃഷ്ടമായ തന്റെ കാഴ്ചകളും എല്ലാം കൊണ്ട് തന്നെ കവച്ചു വെക്കാൻ ആരുമില്ല എന്നുള്ള ഒരു അഹന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിവേ, അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് വളരെ കാര്യമായി. മഹാബലിയോടൊപ്പം മഹാബലിക്ക് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ്. ഏതായാലും രണ്ടുപേരും ഒരുമിച്ച് വന്നത് വളരെ വളരെ നല്ല കാര്യമായി. തീർച്ചയായിട്ടും ഭൂമിഷ്ഠനായാലും അന്ന് വളരെ സൂക്ഷിച്ചു വേണം ഇരിക്കാൻ. ആടയാഭരണങ്ങൾക്കൊന്നും ഒരു കുഴപ്പം വരരുത്. ശ്രീമതിയുടെ അപ്പുറത്തേനാട്ട് അവിടെ വന്നിരിക്കുന്നു. അറിയത്തറിയിരുന്നു ചിലപ്പോൾ ഈ ആടയാഭരണങ്ങളിൽ പൊഴിഞ്ഞു പോയിട്ട് അദ്ദേഹത്തെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പഴയ ചിരകാല സുഹൃത്താണ് മഹാബലി. എനിവേ, ഞാൻ പറഞ്ഞു വന്ന കഥയിലേക്ക് വരാം. മഹാബലി അങ്ങനെ ലോകപ്രശസ്തനായി അസുര ചക്രവർത്തിയാണ്. അദ്ദേഹം ദേവന്മാരെ ചൊടിപ്പിക്കത്തക്ക രീതിയിൽ തന്റെ ഭരണ നിപുണത ഇങ്ങനെ പരത്തി. അദ്ദേഹത്തിന്റെ ആ ഫെയിം, അദ്ദേഹത്തിന്റെ ഉയർച്ച, അദ്ദേഹത്തിന്റെ ഭരണപരമായ രീതികളെല്ലാം തന്നെ ചർച്ചാ വിഷയമായി. ദേവന്മാർക്ക് സഹിക്കത്തില്ല. ദേവന്മാരെല്ലാവരും വളരെയധികം കൂലങ്കഷമായിട്ട് ചിന്തിച്ചു എങ്ങനെയാണ് ഇതിനൊരു അറുതി വരുത്തുക. ഇത് ഈ മഹാബലി എന്ന് പറയുന്ന ആള് നിസ്സാരക്കാരൻ അല്ലായിരുന്നു. അരോഗതരുടെ ഗാത്രനും ജ്ഞാനവിജ്ഞാനങ്ങളിൽ അഗ്രഗണ്യനും തികഞ്ഞ യോദ്ധാവും വളരെ ബുദ്ധിമാനുമായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ഉയർച്ച ദേവന്മാരിലുണ്ടാക്കിയ അസൂയ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് മഹാവിഷ്ണുവിന്റെ അടുക്കലാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇവരുടെ പരിവേദനവുമായിട്ട് ചെന്നിട്ട് മഹാവിഷ്ണുവിന്റെ പറയുകയാണ്, ഞങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാൻ കഴിയുന്നില്ല,
ഞങ്ങളെക്കാളും മികച്ച രീതിയിൽ ഒരു അസുര രാജാവ് അവിടെ അടക്കി വാഴുകയാണ്. അതുകൊണ്ട് അങ്ങ് ഇതിനൊരു പരിഹാരം കാണണം. മഹാവിഷ്ണു പുച്ഛിച്ചു അവരെ. നിങ്ങൾക്ക് നാളെയല്ലേ എൻ്റെ അടുത്ത് വന്ന് ഈ പരിവേദനം പറയുവാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നേക്കുന്നത്? നിങ്ങളും അദ്ദേഹത്തെ പോലെയാകും, മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് ദേവേന്ദ്രനെയും പരിവാരങ്ങളെയും മഹാവിഷ്ണു പറഞ്ഞയച്ചു. എന്നിരുന്നാലും ഈ മഹാബലിയുടെ ഒരു അഹന്ത, എന്നെ കവിഞ്ഞാരുമില്ല, ഞാനാണ് ദാനധർമ്മിഷ്ഠതയിലും എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത്, മറ്റിതര രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എല്ലാവരും എന്റെ അധീനത്തിലാണ് എന്നുള്ള ഒരു അഹന്ത പുള്ളിക്കുണ്ടായിരുന്നു. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കാൻ വേണ്ടി മഹാവിഷ്ണു വാമന രൂപത്തിൽ മഹാബലിയുടെ കൊട്ടാരത്തിൽ വന്ന് 3 അടി ഭൂമി ദാനമായി യാചിച്ചു. എനിക്ക് ധ്യാനം ചെയ്യുവാൻ, എനിക്ക് പൂജ ചെയ്യുവാൻ, എനിക്ക് ഹോമം ചെയ്യുവാൻ. മഹാബലി ഒരു ചിരിയായിരുന്നു ചിരിച്ചത്. എന്റെ മുന്നിൽ വന്ന് 3 അടി ഭൂമി ദാനമായി ചോദിക്കുന്നു. നാണമില്ലേ? ഈ ലോകം മുഴുവൻ അളന്നെടുത്തോളൂ, ഈ ലോകം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാമെന്നുള്ള അഹന്ത വർത്തമാനം മഹാബലി വാമനോട് പറയുന്നു. ഈ സമയത്ത് അസുര ഗുരുവായ ശുക്രാചാര്യർ മഹാബലിയോട് പറഞ്ഞു, ഗുരു, മഹാരാജാവേ, അങ്ങേക്ക് തെറ്റുപറ്റരുത്. ഈ വന്നിരിക്കുന്ന ആൾ മോശക്കാരനല്ല, അങ്ങയെ ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ മഹാബലി പറഞ്ഞു, ഗുരുജി, എനിക്കറിയാം, അദ്ദേഹം ഭയങ്കര വിജ്ഞാനിയല്ലേ, വൈജ്ഞാനികനല്ലേ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി. പക്ഷേ എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ ഒരു ഒപ്റ്റിമം പോയിന്റ് ഉണ്ട്. ഒരു പ്രത്യേക ഒരു സമയത്ത് നമുക്ക് നമ്മുടേതായ ഏതെല്ലാം രീതിയിൽ നമ്മൾ എവിടെയെല്ലാം എത്തിപ്പിടിച്ചാലും നമ്മൾ ആ പോയിന്റിൽ ചെന്ന് നിൽക്കണം. അവിടെയാണ് അധ്യാത്മ വിദ്യാലയം എന്ന് പറയുന്നത് ഗുരുക്കന്മാർ. എനിവേ, മഹാരാജാവ് കണ്ടു തുറന്ന് നോക്കിയപ്പോൾ വാമനൻ വളർന്ന് വിശ്വരൂപ ദർശനം പുള്ളി കിട്ടുകയാണ് മഹാവിഷ്ണുവിന്റെ. അപ്പോൾ തന്നെ അദ്ദേഹം തല കുനിച്ച് അദ്ദേഹത്തിന് മുന്നിൽ. കാരണം 3 അടി ഭൂമി ദാനമായിട്ട് ചോദിച്ചപ്പോൾ സ്വർഗവും ഭൂമിയും 2 പദങ്ങൾ കൊണ്ട് നടന്ന് 3ാമത്തെ അടി വെക്കുവാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം തല കുനിച്ചു കൊടുത്തു. ആ തല കുനിച്ചു കൊടുത്തതെന്ന് പറയുന്നതിനെ കുറിച്ചാണ് എനിക്കിനി പറയാനുള്ളത്. തല കുനിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശീർഷ സ്പർശനം, അനുഗ്രഹം ലഭിക്കുക എന്നുള്ള ഉത്തമമാണ്. നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെ കാണുമ്പോൾ കാലത്തോട്ട് വന്നിരിക്കും, നമ്മൾ കുനിഞ്ഞു മുന്നേരിക്കും. അതേ രീതിയാണ് മഹാബലി പിന്തുടർന്നത്. അങ്ങനെ മഹാബലിയെ ചേർത്ത് പിടിച്ച് മഹാബലിക്ക് അനുഗ്രഹം കൊടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വിഷയം. ഏതോ ഒരാള് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും അച്ചടിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ വിവർത്തനമാണ് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. ഒരിക്കലുമില്ല. വിഷ്ണു പുരാണത്തിലോ മഹാഭാഗവതത്തിലോ രാമായണത്തിലോ എങ്ങും പ്രതിപാദിക്കുന്നില്ല. മറിച്ച് തന്റെ ഉത്കൃഷ്ടമായ ഭരണപരമായ രീതിയിൽ താൻ ഏറ്റവും വലിയ വലിയ തലങ്ങളിലേക്ക് ഉയർന്ന മഹാബലിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തെക്കാൾ സുന്ദരമായ സുതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. സുതലൻ, നിങ്ങൾ ശ്രീമദ് ഭാഗവതം വായിച്ചു നോക്കൂ. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ഇടയിൽ ഉണ്ടായെന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുമല്ല. ഞാനൊരു തികഞ്ഞ അയ്യപ്പഭക്തനാണ്. ഞാൻ എല്ലാ മതവിഭാഗക്കാരെയും ഒരുപോലെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അവതാരങ്ങൾ ഞാൻ പ്രകീർത്തിക്കല്ല. പക്ഷെ ഞങ്ങൾ റാന്നിക്കാർക്ക് പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഇടയിൽ മതവും ജാതിയൊന്നുമില്ല. എൻ്റെ സതീർത്ഥ്യൻ അവിചാരിതമായിട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരാളെ ഞാൻ ഇവിടെ കണ്ടുമുട്ടുകയായിരുന്നു. സണ്ണി എൻ്റെ സുഹൃത്തും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിച്ച ആളാണ്. അതുപോലെ സൂസുമ്മ എൻ്റെ ചേച്ചിയുടെ സ്റ്റുഡൻ്റാണ്, ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത, നിങ്ങളുടെ നാട്ടിലെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ റാന്നിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്കിടയിൽ ജാതി മതമൊന്നുമില്ല. എല്ലാവരും എല്ലായിടത്തും പോകും, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സഹകരിക്കും. ഇവിടെയോ അങ്ങനെ തന്നെ. അപ്പോൾ ഈ മഹാബലിയുടെ ഈ ഭരണപരമായ ഉയർച്ചയിലും അദ്ദേഹത്തിന്റെ ദാനധർമ്മിഷ്ഠത്തിലും ആകൃഷ്ടനായ മഹാവിഷ്ണു അദ്ദേഹത്തെ സുതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും സുതലത്തിൽ അദ്ദേഹത്തെ പാർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കാവൽക്കാരനായ മഹാവിഷ്ണു നിൽക്കുകയുമാണ് ചെയ്തത്. ഇതാണ് മഹാബലിയുടെ കഥ. എന്തുകൊണ്ടാണ് നാം ഈ കഥ കേരളത്തിലേക്ക് എടുത്തത്? ബുദ്ധിപൂർവം നമ്മുടെ പൂർവികന്മാരെ ഈ കഥ എടുത്തത് സാഹോദര്യവും സൗഹൃദവും സമത്വവും സന്തോഷവും നമ്മുടെ ഇടയിൽ പരത്തുവാൻ ഇതുപോലെയുള്ള ഒരു കഥ അനിവാര്യമാണെന്ന് തോന്നുന്നതിന്റെ വെളിച്ചത്തിലാണ് മഹാബലിയുടെ കഥ കേരളത്തിലേക്ക് അടർത്തിയെടുത്തത്. അങ്ങനെ അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ വർഷവും നമ്മൾ മലയാളി എവിടെയായിരുന്നാലും
നമ്മൾ ഒന്നിച്ചു കൂടും ഓണക്കാലത്ത്. എല്ലാവരും ഉള്ളത് കൊണ്ട് ഓണം ഒന്നുമല്ല. എല്ലാവരും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ എല്ലാം നിദാനമാണ്. എല്ലാത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഓണം. ആ ഓണം നമ്മള് ഈ ന്യൂയോർക്കിൽ എല്ലായിടത്തും മലയാളി ഉള്ളിടത്തെല്ലാം വീടുകളിലായാലും അസോസിയേഷനിലായാലും അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എല്ലാം ആഘോഷിക്കുന്നു. ഇതിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് മനുഷ്യ സാഹോദര്യമാണ്, മനുഷ്യ സമത്വമാണ്, മനുഷ്യന്റെ സന്തോഷമാണ്. ആ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ പൂർവികര് ഓണക്കഥ ഉണ്ടാക്കി നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. അല്ലാതെ അതിന് പിന്നിൽ മറ്റൊന്നുമില്ല. ഓണം എല്ലാവരും ആഘോഷിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓണ സന്ദേശം എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവനെ അംഗീകരിക്കുന്ന ആ രീതി പണ്ട് മുതൽക്കേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് മഹാബലിയുടെ കഥ. മഹാവിഷ്ണു അദ്ദേഹത്തെ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തതിന് പകരം സുതലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉയർത്തുകയായിരുന്നു അദ്ദേഹത്തെ. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതൊരു മണ്ഡലത്തിലായാലും നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നാം അർഹതയുള്ളവനെ അംഗീകരിക്കണം. അവന്റെ ജാതിയോ മതമോ അവന്റെ പ്രായമോ ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും പിന്തുടരേണ്ട ഒരു മഹൽ സത്യമാണ് അർഹതപ്പെട്ടവനെ അംഗീകരിക്കുക. അത് മാത്രമേ മാവേലി കഥയിലൂടെ നമ്മൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നോട് എൻ്റെ സുഹൃത്ത് പറയുകയുണ്ടായി, ഞാനൊരു ചെറിയ കവിയൊക്കെയാണ്. ഞാൻ കവിയൊന്നുമല്ല, പക്ഷെ ഞാൻ വല്ലപ്പോഴും വെറുതെ എഴുതും, അത് ശരിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓണത്തിനെ കുറിച്ചൊരു 2 വരി കവിത എഴുതിയുള്ള നിങ്ങൾക്ക് സമർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രമിച്ചുള്ള സസ്വത്വം കേൾക്കും. ഓളങ്ങളോടിയടുക്കും പോലെ ഓണക്കാലം വന്നേ, ഓരോ മനസ്സിലും ഓണപ്പൂക്കളെ പൂക്കളമെങ്ങുമുയർന്നേ, പൂക്കളമെങ്ങുമുയർന്നേ. മനസ്സുകൾ തമ്മിൽ അകലാതങ്ങനെ മാനവരൊന്നായി പാടി, ഓണം വന്നേ ഓണം വന്നേ ഓണത്തപ്പനണഞ്ഞേ, മാവേലി നാട്ടിലണഞ്ഞേ, അപ്പൂക്കുട്ടനണഞ്ഞേ. മതഭേദങ്ങളെ മതിലു തകർക്കും ആരവമെങ്ങുമുയർന്നേ, മലയാളത്തിൻ മഹിമ പരത്താൻ മലനാടുണരും കാലം. പൂമഴ പെയ്യും പുത്തൻ പുലരികൾ പൂക്കളമിട്ടൊരു കാലം, അയലും വയലും ഒന്നായി മാറി അവൽ വിളമ്പും കാലം, അരിമണിയെല്ലാം ചേർത്തു പിറക്കി അടയുണ്ടാക്കും കാലം, മാവേലിക്കായി പൂമുഖമെല്ലാം പൂശിമിനോക്കും കാലം. നാമെല്ലാരും ഒന്നാണെന്നൊരു ഭാവം പകരും കാലം, മറുനാടന്മാർ മാതൃക കാട്ടി മമത പരത്തും കാലം, മറുനാടിങ്ങനെ മലനാടാക്കും മലയാളികളുടെ പൂക്കാലം, മതഭേദങ്ങൾ കാട്ടാതിവിടെ മമത പരത്തും കാലം, ഓണക്കാലം ഓരോ മനസ്സിലും ഓർമ്മ പുതുക്കും കാലം, ന്യൂനത മാറ്റി ന്യൂയോർക്കിനെ നാം നൂതനമാക്കും കാലം,
മലയാളികളാം നമ്മൾ പാടും മതസ്നേഹത്തിൻ കാലം ഓണക്കാലം ഓണക്കാലം മാനവ സ്നേഹ പൂക്കാലം. എനിക്ക് ഈ അവസരം ഒരുക്കി തന്നതിൻ്റെ ഈ സംഘടനകളുടെ ഭാരവാഹികളോട് അകളങ്കിതമായ സ്നേഹം ഇവിടെ അർപ്പിച്ചുകൊണ്ട് പാർത്ഥസാരഥിയുടെ വാക്കുകൾ ഇവിടെ പരിപൂർണമാക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഓണത്തെ പറ്റി ഞങ്ങൾക്കെല്ലാം വളരെ അറിവ് സമ്പാദിച്ചു തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ഗിന്നസ് ബുക്കിൽ പേരെടുത്ത നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മഹാബലിയെ ഗിന്നസ് ബുക്കിൽ ഈ വർഷം പേര് വന്നു. അത് നമുക്കൊരു അഭിമാനമാണ്. ഈ സമയത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാബലിയെ ഒന്ന് രണ്ട് വാക്ക് പറയാൻ ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായ, അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഓണമാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പല ഓണത്തിന് എൻ്റെ ഈ 17ാമത്തെ സ്റ്റേജാണ് ഇവിടെ വരുന്നത്. പലതരം ഫ്രണ്ട്സുള്ള മഹാബലി പോയി കഴിഞ്ഞു. ഇത് എന്നെ എന്നെ വിളിച്ചു. ഞാൻ ഒരിക്കലും റെഫ്യൂസ് ചെയ്തില്ല. കാരണം എനിക്ക് നിങ്ങളെ കൊണ്ട് എപ്പോഴും കാണുകയും ചെയ്യുന്നതൊരു പ്രത്യേക അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ അവസരത്തിൽ, ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചത് വളരെ, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടാകണം. കാരണം എൻ്റെ 51ാമത്തെ വർഷമാണ്. ഞാൻ ഈ അമേരിക്കയിൽ വന്നിട്ട് 51 വർഷമായിരുന്നു ചുരുക്കം. അന്ന് തൊട്ട് മഹാബലി വേഷം കെട്ടി എൻ്റെ ഒരു പാറ്റേൺ ആണ് ഇത്. ഒരു രസം, എൻ്റെ ഒരു ഭ്രാന്തിരിക്ക് പിടിച്ചു. അതിപ്പോഴും കൊണ്ടാടുന്നു. എനിക്ക് ആരോഗ്യമുള്ള കാലം പോലെ ഞാൻ ഇത് കൊണ്ടാടും. അതായത് ഗിന്നസ് ബുക്കിലേക്ക് എനിക്ക് എല്ലാ അപ്രൂവലും കിട്ടി. മിക്കവാറും ഇതിൽ 3-4 വീക്സിനകം അതിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തീകരിക്കുമെന്ന് എനിക്ക് ലെറ്റർ വന്ന്, ഇമെയിലിൽ വന്നു. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോടുണ്ടായിരിക്കണം. ഈ സുലഭമായ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കെല്ലാം വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഓണാശംസകൾ. നല്ലത് വരട്ടെ. മാവേലി ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായിട്ട് മാവേലി ഒരുക്കി ഇറക്കിയത് ഞാനായിരുന്നു. അത് ആദ്യമായിട്ട് 75-ൽ പാർസാന്തിപ്പിള്ളയാണ് എന്നെ മഹാബലിയായിട്ട് ഒരുക്കി ഇറക്കിയത്. 2ാം സ്ഥാനം കൊടുക്കേണ്ടത് നമ്മുടെ തിരുവല്ല വേവിച്ചാൻ അദ്ദേഹം മരിച്ചുപോയി. എല്ലാവരോടും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. Now, this is the time we are waiting for someone special here. Miss Rajini Srivastava. Ragini Srivastava. Now, let me introduce her. It is my honor and privilege to welcome and introduce North Hampstead Town Girl, Miss Ragini Srivastava. Born in India, Ragini Srivastava came to the United States at the start of the new millennium in search of a better life. As a new American, she was empowered by an innate sense of justice. Her focused business
and desire to succeed.